കേരള മഹിളാ സംഘം കൊച്ചി മണ്ഡലം കൺവെൻഷൻ നടന്നു. കേരള മഹിളാ സംഘം കൊച്ചി മണ്ഡലം കൺവെൻഷൻ നടന്നു. ഫോർട്ട് കൊച്ചിയിൽ നടന്ന കൺവെൻഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് കമല സദാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. എലിസബത്ത് അസീസി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി താര ദിലീപ്, CPI കൊച്ചി മണ്ഡലം സെക്രട്ടറി MK അബ്ദുൽ ജലീൽ, മുഹമ്മദ് അബ്ബാസ്, M ഉമ്മർ, PK സുരേന്ദ്രൻ, സുരഭി ഷാജി, PH അനില എന്നിവർ സംസാരിച്ചു. കൊച്ചി മണ്ഡലം പ്രസിഡന്റായി സുരഭി ഷാജിയെയും സെക്രട്ടറിയായി PH അനിലയും കൺവെൻഷൻ തിരഞ്ഞെടുത്തു. മഹിളയുടെ ഒരു പരിപാടിയിലും പങ്കെടുക്കുന്നത്. അപ്പോൾ ഞാൻ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ ആദ്യത്തെ പരിപാടിയിൽ തന്നെ നമുക്ക് ദേശീയ വൈസ് പ്രസിഡന്റിനെ കിട്ടിയത് അങ്ങേറ്റം അഭിമാനം കൊള്ളുന്നു. ഞാൻ ഇപ്പോൾ ദേശീയ വൈസ് പ്രസിഡന്റ്, അതുപോലെ ജില്ലാ സെക്രട്ടറി മഹിളയുടെ താരാ ദിലീപ്, സഖാവ് താരാ ദിലീപ്, പ്രിയ സഖാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മളിത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്നുള്ളത് എല്ലാ സഖാക്കളും വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു കാര്യം ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം. എല്ലാവർക്കും അറിയാം, ഞങ്ങൾ തന്നെയാണ് ലേറ്റായിട്ട് വന്നത്. എന്നിട്ട് ഞങ്ങൾ തന്നെ ഇവിടെ വലിയൊരു തിരക്കഥ എഴുതാമെന്ന് ആരും വിചാരിക്കേണ്ട. ഒഴിവാക്കപ്പെടാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ലേറ്റായത്. നമുക്കിവിടെ സമയം പോലും അറിയില്ല, ആ രീതിയിലാണ് എന്തൊരു കാര്യങ്ങൾ. എന്തൊക്കെയാണെങ്കിലും ഞാൻ നിങ്ങളെ ഉണക്കൊന്ന് കളയാൻ വേണ്ടി ഇങ്ങനെ സംസാരിച്ചത്. അപ്പോൾ ആ രൂപത്തിൽ നമുക്കങ്ങനെ കാണാം. ജില്ലാ സെക്രട്ടറി സംസാരിച്ചു, ഉമ്മർ സഖാവ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരൊന്നും സംസാരിക്കുന്ന കാര്യം സമയം പോകുമ്പോൾ അവർ തന്നെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ സംസാരിക്കില്ല, അതൊക്കെ അബ്ബാസ് ഉൾപ്പെടെയുള്ള ആൾ. നമുക്ക് അവസാനിപ്പിക്കാം. നമുക്കിപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഇതാണെങ്കിൽ എന്താണ് ഈ മഹിളകളെ ഇവിടെ വിളിച്ചു ചേർത്തതിനെ സംബന്ധിച്ചും കാരണം ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. ഞാൻ അധികം കത്തി വെക്കാൻ പറ്റില്ല. അപ്പോൾ ഈ മഹിളാ സംഘത്തിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നിരവധിയായ കാര്യങ്ങൾ. ഒട്ടനവധി സംഘടനകൾ നമ്മുടെ രാജ്യത്തുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. എല്ലാത്തിനും സംഘടനകൾ, ഇപ്പോൾ കുടുംബശ്രീ ഉണ്ട്, മറ്റേ വൈറ്റ്സിൻ്റെ വേണ്ടി സമുദായ സംഘടനകളുണ്ട്, വിവിധങ്ങളായ സമുദായങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, ജാതികളിൽ, മതങ്ങളിൽ ഒക്കെ എന്ത് മുഖ്യ എല്ലാ സംഘടനകളാണ്. ഈ സംഘടനകളെല്ലാം പ്രവർത്തിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതാണ് ലക്ഷ്യമാക്കി. സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചോളം അതിന് നമുക്ക് ഒരു പ്രത്യേക സംഘടന ഉണ്ടാവണം. കേരള മഹിളാ സംഘം ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, സ്ത്രീകൾക്ക് ഈ കഴിഞ്ഞ LDF ഗവൺമെന്റ് 2 പ്രാവശ്യം നിങ്ങൾക്കൊരു 1000 രൂപ തന്നതാണ്. കുറച്ചാളുകൾക്ക് ഇതിന്റെ തിരിക്കാൻ കിട്ടിക്കാണെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവാം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർ ജോലിക്ക് പോകുന്നവരുണ്ട്, 4 പേര് ജോലിക്ക് പോകുന്നവരുണ്ട്, പഠിക്കുന്നവരും ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായി എന്ന് വരാം. എന്നാൽ ഒട്ടേറെ വിഷയങ്ങൾ നമ്മുടെ പഴയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ പാടില്ല, വീടിന് പുറത്തിറങ്ങാൻ പാടില്ല, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല, അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ഒരു കാലഘട്ടം ഇതിലേക്ക് നോക്കിയാൽ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം മാറി നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് വിദ്യാഭ്യാസം ചെയ്യാം, ഇഷ്ടമുള്ള ജോലി ചെയ്യാം, ഇഷ്ടമുള്ള ഇടങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം, ഇതെല്ലാം നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു കാലത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എന്നാലും സ്ത്രീകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങൾക്ക് വലിയ മാറ്റമൊന്നും തന്നെ ഇല്ല. ഒട്ടേറെ വിഷയങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്ന് സ്ത്രീകൾ തൊഴിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട്, ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് സ്ത്രീധന നിരോധന നിയമമുണ്ട്. പക്ഷേ എന്നാൽ പല വീടുകളിൽ സ്ത്രീധനത്തിന് വേണ്ടിയിട്ടുള്ള പീഡനങ്ങളുണ്ട്. നല്ല വിദ്യാഭ്യാസമുള്ള നമ്മൾ കഴിഞ്ഞ ഏതാനും നാളുകൾക്കിടയിലാണ് നല്ല 1ാം തരം ഡോക്ടറാണ് മരിച്ചത്, ആത്മഹത്യ ചെയ്തത്. ഇന്നപ്പോൾ ഇതപ്പി നമ്മളിവിടെ കേരളത്തിൽ കേരള മഹിളാ സംഘം എന്ന് പറയുന്ന പോലെ ഇന്ത്യയിൽ പറയുന്ന പേരെന്താ, എല്ലാ സംസ്ഥാനങ്ങളും കൂടിയിട്ട് നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വിമൻ, ചുരുക്കപ്പേര് NFIW. ഇവിടെ നമ്മൾ കേരള മഹിളാ സംഘം എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ ചെന്നാൽ പറയുന്ന മാതൃ സംഘം, കർണാട്ടിക് സംഘം എന്നുണ്ട്, കർണാടക. അങ്ങനെ ഓരോ സംസ്ഥാനത്തും ഓരോരുത്തർ ഓരോ രീതിയിലാണ് പേരിട്ടേക്കണമെങ്കിലും നമ്മളെല്ലാവരും കൂടി ചേർന്ന സംഘടന NFIW. നമ്മുടെ NFI ഈ ഇന്ത്യ രാജ്യത്ത് ആകെ +2 ഒക്കെ കഴിഞ്ഞു. ഇനി അന്താരാഷ്ട്ര നിലവാരമുള്ളൊരു കോഴ്സ് പഠിക്കാൻ എവിടെ പോകും? മെട്രോ സിറ്റികളിലേക്ക് മാറണോ? ഇനി ഒരിടത്തും പോകണ്ട. ആഗോള കരിയർ സാധ്യതകളുള്ള മികച്ച കോഴ്സുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലും ലഭ്യമാണ്. ശ്രീ ഗോകുലം SNGM കോളേജ് ഓഫ് ഫാർമസി, തുറവൂർ. അന്താരാഷ്ട്ര നിലവാരത്തിൽ ഫാർമസി പഠിക്കാൻ ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. ഇതാ ശ്രീ ഗോകുലം SNGM കോളേജ് ഓഫ് ഫാർമസി.
+2-ന് മികച്ച മാർക്കുള്ളവർക്കായി 1,00,000 രൂപ വരെയുള്ള സ്കോളർഷിപ്പ്. മോസ്റ്റ് മോഡേൺ ലബോറട്ടറീസ്, all smart classrooms, industry exposure, experienced faculty, 100% placement assistance. എല്ലാത്തിനും ഉപരി അടിപൊളി ക്യാമ്പസ്. ശ്രീ ഗോകുലം SNGM കോളേജ് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് തുറവൂർ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ആഗോള കരിയർ സ്വപ്നമുണ്ടോ? ശ്രീ ഗോകുലം ഹോട്ടൽ മാനേജ്മെന്റ് കാറ്ററിംഗ് കോളേജിൽ 4 വർഷത്തെ BHM കോഴ്സ്, ആധുനിക പരിശീലന സൗകര്യങ്ങൾ, ബെസ്റ്റ് കിച്ചൺ ഫെസിലിറ്റീസ്, ഇൻഡസ്ട്രി എക്സ്പോഷർ, മികച്ച പ്ലേസ്മെന്റ് അവസരങ്ങൾ. നാളെയുടെ ഹോസ്പിറ്റാലിറ്റി പ്രൊഫഷണൽസിനായി ശ്രീ ഗോകുലം ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് കോളേജ്. എല്ലാത്തിനുമുപരി അടിപൊളി ക്യാമ്പസ്. കൊള്ളാലോ. അപ്പൊ ന്യൂ ജനറേഷൻ ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകളോ? അതിനായി ശ്രീ ഗോകുലം SNGM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട്. ഓണേഴ്സ് ഡിഗ്രികളായ BCom, BCA, BBA, BSc ബോട്ടണി ആൻഡ് ബയോടെക്നോളജി, BSc ഫുഡ് ടെക്നോളജി, പോസ്റ്റ് ഗ്രാജുവേഷൻ MCom എന്നിവ മികച്ച സൗകര്യങ്ങളോടുകൂടി ഇവിടെ പഠിക്കാം. കരിയർ സ്കില്ലുകൾ വളർത്താൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും AI ആൻഡ് ML, സൈബർ സെക്യൂരിറ്റി, മെഡിക്കൽ കോഡിംഗ്, ACCA സ്കിൽ ട്രെയിനിങ്ങും മികച്ച പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഗോകുലം ക്യാമ്പസ് ഉറപ്പു നൽകുന്നു. എല്ലാത്തിനും ഉപരി അടിപൊളി ക്യാമ്പസ്. അത്രയ്ക്ക് അടിപൊളി ക്യാമ്പസ് ആണോ? എങ്കിലൊന്ന് പോയി നോക്കിയാലോ?